ഗുരുവായൂരപ്പന്റെ അവിടെ അഷ്ടമി രോഹിണിയിൽ കണ്ണന് സമർപ്പിക്കുന്നതാണ് ഗോപിക നൃത്തം. ലോകത്താകമാനമുള്ള ഭക്തഹൃദയങ്ങൾ ആവേശത്തോടെ ഭക്തി നിർഭരമായിട്ടാണ് അത് ഉൾക്കൊള്ളുന്നത്. ആ ഗോപിക നൃത്തമാണ്. ഗോപിക നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന് വേണ്ടി മാത്രം സമർപ്പിച്ചിട്ടുണ്ടാക്കുന്ന. അത് 24-ന് വേണ്ടി ഇന്നിപ്പോ ഇതിവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പ സന്നിധിയിൽ നമുക്ക് നടത്താം. നൃത്തകാരികളൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഗോപിക നൃത്തത്തിന്റെ. ഗുഡ് മോർണിംഗ്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കൃഷ്ണനായിട്ട് ആർദ്ര എസ് നായരും ഐശ്വര്യലക്ഷ്മി രാധയായിട്ടാണ് അവതരിക്കുന്നത്. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി ഗോപിക നൃത്തം ഒന്ന് കാണുകയാണ്. അപ്പൊ നർത്തകികളെ നമുക്ക് തുടങ്ങാം. അവരൊക്കെ പോവാണോ? അവരെവിടെയാ കളിക്കാൻ പോകുന്നത്? ഓക്കെ. അപ്പോൾ നർത്തകികൾ ഞാൻ മേടിച്ച് തലമിടുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഓക്കെ. അല്ല, അവരോട് ചോദിക്കണ്ട, അത് നർത്തകികളോട് നമ്മൾ ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ. ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ പാട്ട് വെക്കണ്ടേ? എവിടെ? പ്ലേ ചെയ്യൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുരുവായൂർ അമ്പലനടയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകർ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരുപക്ഷെ ഇത്രയും അടുത്ത ദിവസം ഗുരുവായൂർ ഇത്രയും ജനതയുടമായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഐശ്വര്യലക്ഷ്മി ആർദ്രയും സമയക്കുറവുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സംഭവം കാണിച്ചു. എന്താ പേര്? ഇത് ആതിരയാണോ? ഓക്കെ. ഐശ്വര്യലക്ഷ്മി എവിടെയാ? എൻ്റെ അമ്മോ. ഓക്കെ. ആർദ്രയും ഐശ്വര്യലക്ഷ്മി കറക്റ്റ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ? യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യം വിദ്യാർത്ഥിനി. ഭരതനാട്യം പഠിക്കുക. ഞങ്ങളോ? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. വീട് എവിടെയാ? പൂവത്തൂര്. ഓക്കെ. തിരിച്ചു പോവോ അതോ അവിടെ തന്നെ കാണുമോ? നാളെ പോവാണ് ക്ലാസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ കുടിക്കൂ. ഒരു 3.25 മണിക്കൂർ നമുക്ക് കൂടെ ചുറ്റാം. ഓക്കെ. താങ്കളാണ് ഇവരെ പഠിപ്പിച്ചോക്കെ അല്ലേ? വീട് എവിടെയാ? പേരെന്താ? സുനിൽ കുമാർ. ഇവിടെ വരാറുണ്ടോ? ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവര് അഷ്ടമി രോഹിണിയുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിത് ചെയ്യാറ്.
ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തയ്യാറായത്. ഗംഭീരമായി മക്കളെ കേട്ടോ. സന്തോഷമായി. അപ്പം പഠിച്ചു പിടിക്കാവുക. ഓക്കെ രണ്ടുപേരും. ഓക്കെ താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.